നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. അറബിക്കടലിനെ കൈക്കുള്ളിൽ ഭദ്രമാക്കുകയാണ് ഇന്ത്യ. അറബിക്കടലിന്റെ സുരക്ഷ സ്വയം ഏറ്റെടുത്ത് ഇന്ത്യ എന്ന മഹാരാജ്യം. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കടലുകളിലേക്ക് അശാന്തി പടർന്ന സാഹചര്യത്തിലാണ് അറബിക്കടലിലൂടെയുള്ള കപ്പലുകളുടെ സുരക്ഷ ഇന്ത്യ ആദ്യം ഏറ്റെടുക്കുന്നത്. 4 പടക്കപ്പലുകളെ അറബിക്കടലിലേക്ക് അയച്ചുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ പടനീക്കം. അതിന് ഫലമുണ്ടായി. ലൈബീരിയയിൽ നിന്ന് എത്തിയ ചരക്കു കപ്പൽ, ആ ചരക്കു കപ്പലിനെ കൊള്ളക്കാർ പിടിച്ചെടുത്തു. പിന്നാലെ ഇന്ത്യയുടെ പടക്കപ്പൽ ലൈബീരിയൻ ചരക്കു കപ്പലിന് സമീപത്തേക്ക് കുതിച്ചെത്തി. മണിക്കൂറുകൾക്കുള്ളിൽ ആ കപ്പലിനെ ഇന്ത്യയുടെ നേവി മോചിപ്പിച്ചു. മാർക്കോസ് എന്ന പേരുള്ള ഇന്ത്യയുടെ നാവികസേനയിലെ കമാൻഡോ സംഘം. ആ കമാൻഡോ സംഘമാണ് ആ ചരക്കു കപ്പലിലെ 15 ഇന്ത്യക്കാരടക്കമുള്ള 21 ജീവനക്കാരെ മോചിപ്പിച്ചത്. അതിന് പിന്നാലെ ഇപ്പോൾ ഇതാ ഇന്ത്യ 6 പടക്കപ്പലുകൾ കൂടി അറബിക്കടലിന്റെ മധ്യത്തിലേക്ക് അയക്കുകയാണ്. അറബിക്കടലിൽ ഇനി ഇന്ത്യയുടെ 10 പടക്കപ്പലുകൾ സുരക്ഷയൊരുക്കും. നമുക്കറിയാം, ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണം നിരന്തരമായി ഉണ്ടാകുന്നുണ്ട്. ഹൂതികളുടെ ആക്രമണം ഭയന്ന് ചെങ്കടൽ വഴിയുള്ള വ്യാപാരം, ചെങ്കടൽ വഴിയുള്ള ചരക്കു കപ്പലുകളുടെ യാത്ര അത് ഏറെക്കുറെ അവസാനിച്ച മട്ടാണ്. ഓരോ ദിവസവും ഓരോ കപ്പലുകളെ ഹൂതികൾ ആക്രമിക്കുന്നു. ഹൂതികളുടെ വലിയ പടയൊരുക്കം ചെങ്കടൽ കേന്ദ്രീകരിച്ച് നടക്കുകയും ചെയ്യുന്നു. അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും ഒന്നും വിചാരിച്ചിട്ട് ചെങ്കടലിലെ ഹൂതികളുടെ ആക്രമണം തടയാൻ കഴിയുന്നില്ല. 20 രാജ്യങ്ങൾ അവരുടെ എല്ലാവിധ സജ്ജീകരണങ്ങളുമായി ചെങ്കടലിന് സുരക്ഷ ഒരുക്കാൻ പണിപ്പെടുകയാണ്. അതാണ് ചെങ്കടലിലെ ഇപ്പോഴത്തെ സാഹചര്യം. മറുഭാഗത്ത് അറബിക്കടലിലോ ഒരു രാജ്യത്തിന്റെയും പിന്തുണയില്ലാതെ ഭാരതമെന്ന മഹാരാജ്യം സ്വന്തം നിലയ്ക്ക് അറബിക്കടലിലെ സുരക്ഷ ശക്തമാക്കുന്നു. അറബിക്കടലിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കുകയാണ് ഭാരതം. അതുവഴി പോകുന്ന ചരക്ക് കപ്പലുകൾ, അത് ഇന്ത്യയുമായി ബന്ധമുള്ളതോ ഇല്ലാത്തതോ ആകട്ടെ, ആ ചരക്ക് കപ്പലുകൾക്ക് യഥേഷ്ടം അറബിക്കടലിലൂടെ ഇന്ത്യൻ തീരത്തുകൂടെ പോകാനുള്ള എല്ലാ സുരക്ഷയും ഭാരതം ഒരുക്കുകയാണ്. അതിനുവേണ്ടിയാണ് 10 പടക്കപ്പലുകൾ അറബിക്കടലിൽ ഇന്ത്യ വിന്യസിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ സൈനിക ശക്തിയുടെ വിളംബരം കൂടിയാണിത്. നേരത്തെ ലൈബീരിയൻ ചരക്കു കപ്പൽ, ആ ചരക്കു കപ്പലിനെ കൊള്ളക്കാർ തട്ടിയെടുത്തു എന്നുള്ള വാർത്തകൾ പരന്നതോടുകൂടി ബ്രിട്ടീഷ് നാവിക വിഭാഗമാണ് ഇക്കാര്യം ഇന്ത്യയെ അറിയിക്കുന്നത്. അറിയിച്ച നിമിഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയുടെ പടക്കപ്പലുകൾ ഈ ലൈബീരിയൻ ചരക്ക് കപ്പലിനടുത്തെത്തി. പിന്നീട് നടന്നത് ഇതിഹാസമായിരുന്നു. മാർക്കോസ് എന്ന വിളിപ്പേരുള്ള ഇന്ത്യയുടെ നാവിക കമാൻഡോ സംഘം ഏതൊരു ദുഷ്കരമായ സാഹചര്യത്തിലും പ്രവർത്തിക്കാൻ പ്രത്യേക പരിശീലനം നേടിയ ആ സംഘം കപ്പലിലേക്ക് എത്തി, കപ്പലിലേക്ക് കയറി. അതിനു മുൻപ് തന്നെ കടൽ കൊള്ളക്കാർക്ക് ഇന്ത്യയുടെ നാവികസേന അന്ത്യശാസനം നൽകിയിരുന്നു. എത്രയും വേഗം നിങ്ങൾ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടുകൊള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മരണം ഉറപ്പാണ്. ഇന്ത്യയുടെ നാവികസേന കപ്പലിന് സമീപം എത്തിയതോടുകൂടി ജീവനും കൊണ്ട് ഭയന്ന് കടലിൽ ചാടുകയോ രക്ഷപ്പെടുകയോ ചെയ്തു ഈ കടൽ കൊള്ളക്കാർ. അങ്ങനെ ലൈബീരിയയുടെ കപ്പലിലുണ്ടായിരുന്ന 15 ഇന്ത്യക്കാരും 6 ജീവനക്കാരും അടക്കം 21 പേരെ ഒരു പോറൽ പോലുമില്ലാതെ ഇന്ത്യയുടെ നാവിക സേന രക്ഷിച്ചു, കരക്കെത്തിച്ചു. ഇതാണ് ഇന്ത്യൻ നാവികസേനയുടെ ധീരോജ്വലമായ ഒരു പോരാട്ടത്തിന്റെ കഥ. അതിന് പിന്നാലെ ഇപ്പോൾ അറബിക്കടലിൽ കൂടുതൽ പടക്കപ്പലുകളെ അയച്ചുകൊണ്ട് ഇന്ത്യ അവിടെ ശക്തമായ സുസജ്ജമായ ഒരു സുരക്ഷ ഒരുക്കുകയാണ്. ഇന്ത്യൻ തീരം വ്യാപാരത്തിന്, ചരക്ക് ഗതാഗതത്തിന് ഏറ്റവും സുരക്ഷിതമാണ് എന്നുള്ള ഒരു പ്രതീതി ലോകത്തെ അറിയിക്കുക. എല്ലാ മേഖലകളിലും ലോകത്തിന്റെ മുൻപന്തിയിലെത്താനുള്ള കുതിപ്പിലാണ് ഭാരതം. അത് സാമ്പത്തിക മേഖലയിലായാലും സൈനിക മേഖലയിലായാലും എല്ലാ മേഖലകളിലും അത്തരത്തിൽ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്താൻ കുതിക്കുന്ന ഭാരതം എന്ന രാജ്യം അതിന്റെ അതിർത്തികളെ കൂടുതൽ ശക്തവും സുരക്ഷിതവുമാക്കുകയാണ്. അതിന്റെ അതിർത്തി വഴിയുള്ള ഗതാഗതം, സഞ്ചാരം, കപ്പൽ ഗതാഗതം ഒക്കെ തന്നെ സുരക്ഷിതമാണ് എന്ന് മറ്റ് ലോകരാജ്യങ്ങളെ അറിയിക്കുകയാണ്. ഇന്ത്യയുടെ കടൽ മാർഗം അല്ലെങ്കിൽ അറബിക്കടലിൽ ഇന്ത്യൻ തീരത്തൂടെയുള്ള കപ്പൽ ഗതാഗതം താറുമാറാക്കുക എന്നുള്ളത് ഇന്ത്യയെ ആക്രമിക്കുന്നതിന് തുല്യമാണ്.
ഇന്ത്യയുടെ വാണിജ്യ വ്യാവസായിക അടിത്തറ ഇളക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ചരക്ക് ഗതാഗതത്തെ നിയന്ത്രിക്കുന്നതിലൂടെ ഇല്ലാതാക്കുന്നതിലൂടെ എതിരാളികൾ ലക്ഷ്യമിടുന്നത്. അത്തരത്തിൽ ഇന്ത്യയുടെ സാമ്പത്തികമായ അടിത്തറയെ ഇളക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ഈ അറബിക്കടലിലുള്ള കപ്പലുകൾക്ക് നേരെയുള്ള ഡ്രോൺ ആക്രമണവും നേരിട്ടുള്ള ആക്രമണവും ഒക്കെ. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇന്ത്യ കൃത്യമായ നിലപാടെടുത്തത്. അറബിക്കടലിൽ ഇന്ത്യ ആദ്യം 3 പടക്കപ്പലുകളെ പിന്നീട് 1 പടക്കപ്പലൂടെ ചേർത്ത് 4 പടക്കപ്പലുകളെ ഇന്ത്യ സുരക്ഷയ്ക്കായി നിയോഗിച്ചത്. അതിന് ഫലമുണ്ടാവുകയും ചെയ്തു. ഇപ്പോഴിതാ കൂടുതൽ ശക്തമായ സുരക്ഷയ്ക്കായി ഇന്ത്യ തങ്ങളുടെ 6 പടക്കപ്പലുകളെ കൂടി ഈ അറബിക്കടലിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇന്ത്യൻ കപ്പലുകൾക്കും വിദേശ കപ്പലുകൾക്കും അടക്കം സുരക്ഷ ഒരുക്കുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ലോകത്തിലെ വലിയൊരു ഭാഗത്തിന്റെ സുരക്ഷ ഇന്ത്യ സ്വയം ഏറ്റെടുത്തിരിക്കുന്നു. സൈനികമായി ഇന്ത്യ ഒരു കാലത്തും ഒരു രാജ്യവുമായും സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടില്ല. അത്തരമൊരു ചരിത്രം ഇന്ത്യക്കില്ല. അമേരിക്കയുമായോ റഷ്യയുമായോ മറ്റേതെങ്കിലും രാജ്യവുമായോ ഒരു സൈനിക സഖ്യത്തിനും ഇന്ത്യ തയ്യാറുമല്ല. ഇന്ത്യ സ്വയം അതിന്റെ ശേഷി പ്രയോഗിക്കുകയാണ്. ഇന്ത്യ ഒറ്റയ്ക്ക് ഇറങ്ങുകയാണ്. സൈനികമായി ഇന്ത്യ കരുത്തുള്ള രാജ്യമാണെന്ന് ഉറപ്പിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ മുന്നിട്ടിറങ്ങുന്നത്, രണ്ടും കൽപ്പിച്ചിറങ്ങുന്നത്. ഇന്ത്യ അറബിക്കടലിന്റെ സുരക്ഷ ഉള്ളൻ കയ്യിൽ എന്ന പോലെ കാത്തു സൂക്ഷിക്കുന്നു. അറബിക്കടലിനെ കണ്ണിലെ കൃഷ്ണപള്ളി പോലെ ഇന്ത്യ കാത്തു സൂക്ഷിക്കുകയാണ്. ഏത് കപ്പലുകൾക്കും ഏത് രാജ്യത്തിന്റെ ചരക്ക് കപ്പലുകൾക്കും അറബിക്കടലിലൂടെ ഇനി യഥേഷ്ടം സ്വതന്ത്രമായി ധൈര്യപൂർവ്വം പോകാമെന്ന് ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഹൂതി വിമതരോ ഏതെങ്കിലും കടൽ കൊള്ളക്കാരോ ഇനി അറബിക്കടലിൽ ഒരു കപ്പലിനെയും ആക്രമിക്കാൻ ധൈര്യപ്പെടുകയില്ല. കാരണം ഇന്ത്യയുടെ സൈന്യം, ഇന്ത്യയുടെ നാവികസേനയുടെ മാർക്കോസ് കമാൻഡോകൾ സദാ സസൂക്ഷ്മം അവിടെ നിരീക്ഷണം നടത്തുകയാണ്. ഇന്ത്യയുടെ വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ ആ അറബിക്കടലിന് മുകളിലൂടെ വട്ടമിട്ട് പറക്കുകയാണ്. ഇന്ത്യയുടെ പടക്കപ്പലുകൾ അവിടെ വലിയ തോതിൽ സുരക്ഷ ഒരുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഏത് രാജ്യത്തിന്റെ ഏത് കപ്പലുകൾക്കും അറബിക്കടലിലൂടെ സുരക്ഷിതമായി പോകാമെന്ന ഒരു സ്ഥിതി വന്നിരിക്കുന്നു. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഫ്രാൻസിനും ബ്രിട്ടനുമൊക്കെ സാധ്യമാകാത്തത് ഈ ഭാരതം സാധ്യമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. ഇസ്രായേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഹൂതികൾ ചെങ്കടലിൽ അശാന്തി സൃഷ്ടിക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. ഹമാസിനെ ഇസ്രായേൽ തരിപ്പണമാക്കുന്ന സാഹചര്യത്തിൽ ഹമാസിനോട് കൂറുപുലർത്തുന്ന ഹൂതി വിമതർ ചെങ്കടലിൽ നങ്കൂരമിടുകയും ചെങ്കടൽ വഴിയുള്ള ചരക്കു ഗതാഗതത്തെ ആക്രമിക്കുകയും ചെയ്തു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അടക്കമുള്ള കപ്പലുകളും തെറ്റിദ്ധരിച്ച് മറ്റു രാജ്യങ്ങളുടെ കപ്പലുകളെ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം പോലും ഉണ്ടായി. പിന്നീട് ഹൂതി വിമതരുടെ ആക്രമണം ഭയന്ന് അതുവഴിയുള്ള ചരക്ക് ഗതാഗതം പൂർണ്ണമായും നിലച്ച സാഹചര്യവും ഉണ്ടായി. ഹൂതി വിമതരെ നിലയ്ക്ക് നിർത്താനായി അമേരിക്ക തങ്ങളുടെ പടക്കപ്പലുകൾ അടക്കമുള്ള സംവിധാനങ്ങളെ ചെങ്കടലിലേക്ക് ഇറക്കിയെങ്കിൽ പോലും ഇപ്പോഴും ഹൂതി വിമതരുടെ ഡ്രോൺ ആക്രമണം ചെങ്കടലിൽ തുടരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഹൂതി വിമതരുടെ 3 ബോട്ടുകൾ അമേരിക്കൻ സേന കടലിൽ മുക്കിയെന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരിക്കുന്നു. എന്നാൽ 10 മടങ്ങ് ശക്തിയോടുകൂടി ചെങ്കടലിന്റെ ഒരു ഭാഗത്തിന്റെ നിയന്ത്രണം ഇപ്പോഴും ഹൂതി വിമതർ കൈയടക്കി വെച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത്. അതേ സാഹചര്യത്തിൽ അറബിക്കടലിലും ആക്രമണങ്ങൾ, ഡ്രോൺ ആക്രമണങ്ങൾ, ചെങ്കടൽ മോഡലുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു, അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ സുരക്ഷ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇന്ത്യ ഇത്രത്തോളം വിപുലമായ ഒരു സേനാ വിന്യാസം അറബിക്കടലിൽ നടത്തിയിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സേനാ വിന്യാസമാണ് അറബിക്കടലിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അറബിക്കടല് ഏറ്റവും സുരക്ഷിതമായ യാത്രാ മാർഗമാണെന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇന്ത്യ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്.